വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ ചോർച്ചയെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ പോര് കനക്കുന്നു. ചോർച്ച പരിശോധിച്ച റവന്യൂ മന്ത്രി കെ രാജന്റെ നടപടി നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി കല്ലിട്ട വീടുകൾ എവിടെയെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലില്ലെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ അവകാശവാദം വീട്ടുടമ നൌഫൽ തള്ളിയത് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. രാജന്റേത് നാടകമെന്നും ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയറാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്? മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചുകെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വാസയോഗ്യമല്ലാത്ത ഒരു വീടും ദുരന്തബാധിതർക്ക് കൊടുക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. ഗുണനിലവാരം 100% ഉറപ്പാക്കാതെ ഒരു വീട് പോലും ഞങ്ങൾ ദുരന്തബാധിതർക്ക് കൈമാറില്ല. മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തി. നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിന്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. വിള്ളലുള്ള വീട്ടിൽ താമസിക്കുന്ന ദുരന്തബാധിതൻ കോൺഗ്രസുകാരനെന്നാണ് ടൗൺഷിപ്പിലെ വീട് സന്ദർശിച്ച ശേഷം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി നടന്നു വരുന്ന വഴിയിലുണ്ടെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എണീറ്റ് നിന്ന് അവന്റെ മടുക്കുത്ത് അയച്ചിട്ടിട്ട് കൈകൂപ്പി നിൽക്കണം. നാണം എന്ന് പറയുന്ന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് വിടുവായുത്തം വിളിച്ചു പറയല്ല. കോൺഗ്രസിന്റെ ഭവന പദ്ധതി എവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് മതി വിള്ളൽ പൊറാട്ട് നാടകമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. അതിനിടെ വീട് നിർമ്മാണത്തിനായി കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിലേക്ക് ദിശ കാണിക്കുന്ന ബാനർ ഡിവൈഎഫ്ഐ സ്ഥാപിച്ചു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.